ചേമ്പലക്കിടയിലിരിക്കുമ്പം തന്നെ കാര്യം മനസ്സിലായി കാണും അല്ലേ? നമ്മളിന്ന് ചേമ്പും തണ്ട് തോരനാണ് വെക്കുന്നത്. അപ്പം നോക്കാം എങ്ങനെ ചെയ്യാം. നമ്മൾ ചേമ്പന്താൾ എടുക്കുമ്പോൾ അതിൻ്റെ തളിരില മാറ്റിയിട്ട് അതിൻ്റെ തൊട്ടു പുറകിലത്തെ ഇലയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ ഇങ്ങനെ. നമ്മളൊരു 3 തണ്ട് ചേമ്പന്താളാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് വെള്ളത്തിൽ വേണം ഇട്ട് വെക്കാൻ, അല്ലെങ്കിൽ കറ കയറും. ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലോട്ട് ചെറിയ ചെറിയ തണ്ടായിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാനും എളുപ്പമുണ്ട്, തൊലി പൊളിക്കാനും എളുപ്പമുണ്ട്. ഇതിങ്ങനെ 4ആയിട്ട് കീറി അല്പം വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഒരുപാട് കുഴഞ്ഞു പോകും. നമ്മൾ ഒത്തിരി വലുപ്പമാക്കരുത്. നമ്മൾ ഇവിടെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ചേമ്പൻ തണ്ട്. അതിനുള്ള അരപ്പിലേക്ക് ഞാനിവിടെ 1 കപ്പ് തേങ്ങ, 5-6 ചെറിയ ഉള്ളി, 4-5 കാന്താരി മുളക്, ഒപ്പം 1 തണ്ട് കറിവേപ്പില, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പുതണ്ട് ചേർക്കാം. ഒട്ടും വെള്ളം ഒഴിക്കണ്ട. താഴിനകത്ത് നല്ലപോലെ വെള്ളമയം ഉള്ളതുകൊണ്ട് ഒഴിച്ചു കഴിയുമ്പോൾ കുഴഞ്ഞു പോകും. ഇതിപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പയിലോട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് വേവിക്കാം. ഇനി വെള്ളമയം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരല്പം ഒന്ന് തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. പാകത്തിന് ഉപ്പ് കൂടി ചേർക്കണം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ആവിയൊക്കെ വന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിടാം. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരല്പം കുടംപുളി, കുറച്ച് മതി. കാരണം ചിലർക്കൊരു പേടിയുണ്ട് ചേമ്പ് ചൊറിയോ എന്നൊക്കെ. അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി കുടംപുളിയും കൂടെ ചേർത്താൽ ഒരിക്കലും ചൊറിയില്ല. അപ്പോൾ അങ്ങനെ ഇച്ചിരി കുടംപുളിയും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടി വേവിക്കാം. ഇനി തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. ആവിയൊക്കെ പോയി വെന്തത് കാരണം വെള്ളം ഒന്ന് പറ്റി കിട്ടിയാൽ മതി. നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി ഇതിനുള്ള താളിപ്പ് കൂടി റെഡിയാക്കാം.